പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളോടെല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞങ്ങൾ ഒരു ദേവാലയത്തിൽ പോയിരുന്നു. ദേവാലയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദേവാലയം, ആയിരക്കണക്കിനെന്ന് പറയേണ്ട 10,000-കണക്കിന് ആളുകൾ കൂടുന്ന ഒരു ദേവാലയമാണ്. അവിടെ ആഘോഷമാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ പല പല സ്റ്റേജുകളാണ്. ആ സ്റ്റേജിലെല്ലാം പ്രോഗ്രാംസ് ആണ്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അല്ലേ? ഇഷ്ടം പോലെ ആയിട്ട്. അപ്പം ഞങ്ങൾ അവിടെ പാട്ട് നടക്കുന്ന ആ സ്റ്റേജിൻ്റെ പുറകിലത്തെ അവിടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ തന്നെ വലിയ ബോക്സ് ഒക്കെ ഉണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. എന്നാലും കുറച്ചു നേരം അത് ആസ്വദിക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ ആ ഏറ്റവും പുറകിൽ അവിടെ ഒരു കസേരയിൽ പോയി ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി നടന്നു വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഒരു 8-ലോ 9-ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് നല്ല വണ്ണമുണ്ട്. അപ്പോഴേ മനസ്സിലായി ഒബിസിറ്റിയുടെ പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോസ്റ്ററിങ് അത് കുനിഞ്ഞു കൂടിയാണ് ഇരിക്കുന്നത്. എന്നിട്ട് താഴോട്ട് കുനിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു, ഇതെന്താ ഈ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്? അതിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തു നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് മൊബൈൽ ഫോൺ കാണുകയാണ്. അത്ര അതിശയകരമായ കാര്യമൊന്നും അല്ല എന്നറിയാം. എല്ലാ കുഞ്ഞുങ്ങളും ധാരാളം മൊബൈൽ ഫോൺ കാണുന്നുണ്ട്. ഇതിനകത്ത് അതിശയം എന്ന് പറഞ്ഞാൽ അവിടെ ചുറ്റുവട്ടവും ഇത്രയും ശബ്ദം, ഇത്രയും ബഹളം, ഇതിനിടയ്ക്ക് ഈ കുട്ടി ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ ദാറ്റ്. അതാണ് അവിടുത്തെ പ്രധാനമായ കാര്യം. എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ കൊച്ചു കുട്ടിക്ക് ഇത്രയും ബഹളമയമായ ഒരു അന്തരീക്ഷത്തിൽ അതിനിഷ്ടമുള്ള, അതിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് അതിൻ്റെ മുമ്പിൽ കാണുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകം മറന്ന് മറ്റൊന്നും അറിയാതെ ഇതിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അതെ, വെള്ളത്തിലോട്ട് ചാടുന്നത് എന്താണ്ട് കൊണ്ട് ഞങ്ങൾ നോക്കി എന്താണ് ഈ കാണുന്നതെന്ന്. അപ്പം തീ പുകയുന്നുണ്ട്, തീയിൽ ചാടുന്നുണ്ട്, വെള്ളത്തിൽ ചാടുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടങ്ങ് ആസ്വദിച്ചിരിക്കുകയാണ്. അതിൻ്റെ സഹോദരനാണെന്ന് തോന്നുന്നു. അടുത്ത് വന്ന് അറിയുന്നില്ല, ഈ ലോകമേ മറന്ന് ആ ശ്രദ്ധയിൽ തന്നെ ഇരിക്കുന്നു. എന്തൊരു കോൺസെൻട്രേഷൻ! അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇത്രയും കുഞ്ഞുങ്ങളുടെ കോൺസെൻട്രേഷൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു വിട്ടിരുന്നെങ്കിൽ, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് ഇൻട്രസ്റ്റ് ചെലുത്തുകയും ഇൻട്രസ്റ്റ് കാണിക്കുകയും അല്ല ഇൻട്രസ്റ്റ് വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിൽ ഈ കുട്ടി ശ്രദ്ധയൊന്ന് കേന്ദ്രീകരിച്ചാൽ ഇവൻ ആരായിത്തീരും? അത് തന്നെ. ഇതൊരു പ്രതീകം മാത്രം. ഇതുപോലെയുള്ള എത്ര കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, എത്രയോ പേരുണ്ട്. ഇത് കാണേണ്ടതാരാണ്? ഇതൊന്നും അറിയാതെ മുമ്പിലിരിക്കുന്ന പേരൻസ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അവരുടെ ഭാവി അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള രീതിയിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? വഴിതിരിച്ചു വിടണം നമുക്ക്. അതെ, അവരെ നല്ല വഴിയിലൂടെ നയിക്കാം. നന്ദി. നമസ്കാരം.